ഹലോ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഒരു ഹാമ്പർ ബോക്സ്, ഒരു ഗിഫ്റ്റ് ഹാമ്പർ എങ്ങനെ സേഫ് ആയിട്ട് പാക്ക് ചെയ്ത് നമുക്ക് കൊറിയർ അയക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വേറൊരു വീഡിയോയില് സാധാരണ ഒരു ഹാമ്പർ ബോക്സ് നമ്മുടെ കയ്യിൽ ഒരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുക, നമ്മുടെ റെസിഡൻസിൽ വന്ന് മേടിക്കുകയാണ്. അങ്ങനെയാണ് ജസ്റ്റ് സേഫ് ആയിട്ട് അവർക്ക് ഒരു കാറിൽ കൊണ്ടുപോവാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് പാക്കിങ് വേണം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇന്നെന്ന് പറയുന്നത് ഒരു ഹാമ്പർ ബോക്സ്, അതൊരു ഗിഫ്റ്റ് ഹാമ്പർ. നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റേർഡി ആയിട്ടുള്ള റിയൂസബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് ഹാമ്പർ ബോക്സസ് ആട്ടോ. സോ ഈ ഗിഫ്റ്റ് ഹാമ്പർ എങ്ങനെ നമുക്ക് കൊറിയർ ചെയ്യുമ്പോൾ എങ്ങനെ പാക്ക് ചെയ്യാം, എങ്ങനെ സേഫ് ആയിട്ട് നമുക്ക് ഗിഫ്റ്റ് മേടിക്കേണ്ട അല്ലെങ്കിൽ കിട്ടേണ്ട ആളുടെ കയ്യിൽ എത്താം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. നമുക്കറിയാം കുറേ തെർമോകോൾ പാക്കിങ്ങും അതുപോലെ ബബിൾ റാപ്പും അങ്ങനെയൊക്കെ ഒരുപാട് ചുറ്റിയെടുത്തൊക്കെ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതിലുപരി ഒരു സേഫ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് മെത്തേഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഇതിനു വേണ്ടി ഫസ്റ്റ് ഇപ്പൊ നമുക്കൊരു അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് ആട്ടോ. അപ്പം ഈ ഒരു ഗിഫ്റ്റ് ബോക്സിനേക്കാളും കുറച്ച് സ്ലൈറ്റ്ലി വലുതായിട്ടുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ് ഫസ്റ്റ് നമുക്ക് വേണ്ടത്. നോക്ക്, ഇതൊരു കാർഡ്ബോർഡ് ബോക്സ് ആണ്. ഇതിനേക്കാളും നമ്മുടെ ഗിഫ്റ്റ് ബോക്സിനേക്കാളും കുറച്ച് വലുതാണിത്. സോ ഇതില് നമ്മൾ എങ്ങനെയാണ് ഇത് പാക്ക് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ഇതൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആവും, പ്രത്യേകിച്ച് ക്രാഫ്റ്റേഴ്സിനൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ആദ്യം നമുക്ക് വേണ്ടത് ഈ ഒരു ഷേപ്പിൽ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കാന്നാണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ, ദെൻ ബോട്ടം സൈഡിൽ ഒരു സ്ക്വയർ പീസ്, ദെൻ അതേപോലെ ഒരു അതിനെ ജോയിൻ ചെയ്തിട്ടൊരു ട്രയാങ്കിൾ പീസ്. ഇങ്ങനൊരു ഷേപ്പിൽ നമുക്ക് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും, ഇങ്ങനെ ഒരു മോഡൽ കിട്ടും. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബോക്സിന്റെ കോർണേഴ്സിലെല്ലാം ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇവിടെ ഒരു സെല്ലോ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഇപ്പൊ സെല്ലോ ടേപ്പ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. സോ ഇതേപോലെ നമുക്ക് ടോട്ടൽ 8 പീസ് വേണം. അതായത് മുകളില് 4 കോർണേഴ്സും അതേപോലെ താഴെ 4 കോർണേഴ്സും. സോ അങ്ങനെ ടോട്ടൽ നമുക്ക് 8 പീസസ് വേണം. സോ ഞാനിവിടെ 8 ടോട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്, 8 പീസസ് ടോട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇത് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഈ ബോക്സ് എടുത്ത് വെക്കുന്നതിന് മുന്നേ ഈ കോർണേഴ്സിലെല്ലാം നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കിയ പീസസ് വെക്കണം. സോ ആദ്യമേ നമ്മൾ ചെയ്യുന്നത് ഈ ബോട്ടം കോർണേഴ്സിൽ വെക്കാൻ വേണ്ടി ഇങ്ങനെ പ്ലേസ് ചെയ്യാണ് 4 സൈഡിൽ. പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ബോക്സ് വെക്കാണ്. ഓക്കെ, നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ 4 കോർണേഴ്സിലും ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചതോടെ വെക്കുക. ഇതേപോലെ വേണം വെക്കാൻ വേണ്ടി. 1 2 ഇനിയിപ്പോ നമുക്ക് കാണാൻ വിശ്വസിക്കുന്നു. ഈ 4 കോർണേഴ്സിൽ താഴെ നമ്മൾ ഇതേപോലെ വെച്ചിട്ടുണ്ട്, അതേപോലെ മുകളിലും ഇങ്ങനെ 4 വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ രണ്ടിടത്തും ചെറിയൊരു ഗ്യാപ്പ് ഇല്ലേ, അത് നമുക്ക് എന്തെങ്കിലും ഒരു സെലോഫാൻ പേപ്പേഴ്സിന്റെ യൂസ്ഡ് ആയിട്ടുള്ള സെലോഫാൻ പേപ്പേഴ്സോ ബബിൾ ഡ്രാപ്പോ എങ്ങനെ എന്തെങ്കിലും സാധനം വെച്ച് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാം. ഞാനിവിടെ തെർമോകോളിന്റെ പീസസ് ആട്ടോ യൂസ് ചെയ്യുന്നത്. സോ തെർമോകോളിന്റെ പീസസ് വെച്ച് നമ്മൾ സെക്യൂർ ആക്കാം. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതോടെ സെക്യൂർ. ഇനി നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിനെ ക്ലോസ് ചെയ്ത് ബ്രൗൺ സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് നമ്മൾ ഇതിനെ കവർ ചെയ്യാം. സോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 4 കോർണേഴ്സ് മുകളിലും താഴെയും ഫുൾ സേഫ് ആണ്. കാരണം ഇതിന് നമ്മൾ ഈ യൂസ് ചെയ്യേണ്ട കാർഡ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ നല്ല കട്ടിയായിട്ടുള്ള കാർഡ്ബോർഡ് ഷീറ്റ് വെച്ച് വേണം ഇത് നമ്മൾ ഉണ്ടാക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ 4 സൈഡ് ഒട്ടിക്കുക. സോ നിങ്ങൾക്ക് ബിസിനസ് ലോഗോയോ കാർഡോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പേസ്റ്റ് ചെയ്യാം. അതേപോലെ അതിന്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ ടു അഡ്രസ്സും ബോട്ടം ലെഫ്റ്റ് കോർണറിൽ ഫ്രം അഡ്രസ്സും ഒക്കെ എഴുതി നമുക്ക് പാഴ്സൽ ചെയ്യാം. സോ ഇതേപോലത്തെ ടിപ്സ് ഒക്കെ ആയിട്ട് ഇനിയും വീഡിയോസ് ചെയ്യുന്നതാണ്. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ആൻഡ് ബൈ.